അതിൻ്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിതരായി മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകുവാൻ അഭ്യർത്ഥിക്കുന്നു. തിക്കും തിരക്ക് കൂട്ടാതെ എല്ലാവർക്കും ദർശനം നൽകുവാനുള്ള ജഗദീശ്വരനാണ് മഹാദേവൻ. അവിടെ ബഹളം വെക്കാതെ ദർശനം നടത്തി ഏറ്റവും ശ്രീകോവിലിൻ്റെ മുന്നിൽ തന്നെ നിന്ന് ഭഗവാനെ വണങ്ങി പടിഞ്ഞാറ് വശത്തെ വാതിലിലൂടെ പുറത്തേക്ക് കടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശിവരാത്രി നാളിലെ പ്രസിദ്ധമായ അന്നദാനം, വളരെ വിശേഷമാർന്ന അന്നദാനം ടിക്കറ്റ് എടുക്കണോ? എടുത്തു ഏതെങ്കിലും മതിയോ? അർച്ചന മണ്ഡപത്തിൽ ഇവിടെ കയറാൻ പാടില്ല, നിർത്തത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കണം. ലക്ഷാർച്ചന മണ്ഡപത്തിലേക്ക് കയറരുത്. ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ ആരെങ്കിലും വന്ന് ഈ മുൻവശത്ത് വരേണ്ടതാണ്. ഇത്രയും പവിത്രമായി ഇന്നലെ മുതൽ ആരംഭിച്ച ഈ ലക്ഷാർച്ചന മണ്ഡപം ഭഗവാന്റെ ആ ദിവ്യമായ ലക്ഷാർച്ച കുംഭത്തിലേക്കും അതിനുള്ള ദളങ്ങളിലും ആരും ചവിട്ടരുത്. അത്രയ്ക്ക് ചൈതന്യവത്തായി അനേകം വൈദിക ശ്രേഷ്ഠന്മാർ ഇവിടെ ഇരുന്ന് മന്ത്രോച്ചാരണം നടത്തി ഭഗവത് ചൈതന്യത്തെ അതിലേക്ക് ഉൾക്കൊള്ളിച്ച് സർവശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും പീഠവും മണ്ഡപവുമായി മാറിയിരിക്കുന്ന ഈ യജ്ഞമണ്ഡപത്തിലേക്ക്, അർച്ചന മണ്ഡപത്തിലേക്ക് ആരും കയറരുത്.